ടോക്സിക് കണ്ടു. പടത്തിന്റെ ഹാങ് ഓവർ മാറാത്തോണ്ടാണ് ഇതുവരെയായിട്ടൊരു വീഡിയോ ചെയ്യാഞ്ഞത്. ഇപ്പൊ ഏകദേശം ഹാങ് ഓവർ ഒക്കെ മാറി ഞാൻ എൻ്റെ പൂർവ്വ സ്ഥിതിയിലേക്ക് വന്നിരിക്കുന്നു. പടം എങ്ങനെയുണ്ടെന്ന് ചോദിക്കുവാണെങ്കിൽ ഇന്റർനാഷണൽ മൂവി, അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. 2022 യാഷിന്റെ യഷിന്റെ അവസാന സിനിമ വരുന്ന KGF Chapter 2. ആ സിനിമയുടെ പുള്ളിക്ക് ഒരു ഗ്ലോബലി, ഇന്ത്യ മാത്രമല്ല, എനിക്ക് തോന്നുന്നു പല പുറത്തെ യൂട്യൂബ് ചാനൽസും ഈ KGFന്റെ പടത്തിന്റെ റിയാക്ഷൻസ് ഒക്കെ കുറെ ചെയ്തിട്ടുണ്ട്, ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യം, അതിനൊരു ഇന്റർനാഷണൽ റെക്കഗ്നൈസേഷൻ കിട്ടിയൊരു സിനിമയാണ് നമ്മുടെ KGF. സോ ആ ഒരു പടത്തിന് ശേഷം പുള്ളി വരുന്നത് 4 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് ടോക്സിക് എന്ന് പറഞ്ഞ പടമായിട്ട്. സോ പുള്ളിയുടെ സ്റ്റാർഡം ഒക്കെ നോർമലി 4 വർഷമായിട്ട് പുള്ളി ഒരു പടം ചെയ്തിട്ടില്ല, എന്നിട്ട് പോലും പുള്ളിയുടെ സ്റ്റാർഡം വേറെ ലെവലിൽ നിൽക്കണം. ഓൾ ഇന്ത്യ, കന്നഡയിലോ തമിഴിലോ മാത്രമല്ല, കേരളത്തിൽ പോലും പുള്ളിയുടെ ഫാൻസ് എന്ന് പറഞ്ഞാൽ അതേപോലെ പുള്ളിയുടെ പടത്തിന് വേണ്ടി എക്സ്പെക്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പുള്ളിയുടെ സാഗ് തന്നെയാണ്, നമുക്കറിയാം. ഓക്കെ, അങ്ങനെ 4 വർഷത്തിന് ശേഷം ഒരു സിനിമ വരുന്നു. യഷ് നായകൻ, ഗീതു മോഹൻദാസ് സംവിധായിക, രാജീവ് രവി സിനിമാറ്റോഗ്രാഫി, രവി ബർസൂർ മ്യൂസിക്, കൈറ അഡ്വാനി, ഹുമ ഖുറേഷി, രുക്മിണി വസന്ത്, നയൻതാര, പിന്നെ ആരാണ്, താര, ഇവരെല്ലാവരും കൂടെ ഫീമെയിൽ ലീഡായിട്ടും വരുന്നു. സോ അങ്ങനെ ഒരു പടം വരുന്നു. KVന്റെ പ്രൊഡക്ഷൻ. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഹൈപ്പ് ആവും. ബട്ട് ഇതിന്റെ ട്രെയിലറും കുറെ ഗ്ലിംസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ഐഡിയ ഉണ്ട് ഇതെങ്ങനെ ഇരിക്കുന്നു. ഞാൻ എൻ്റെ ടീസറിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒന്ന് മേ ബി പീക്ക് എൽസ് പ്ലക്ക് എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് ഇതിന്റെ ടീസർ ചെയ്താക്കുന്നത്. പക്ഷെ എന്നാൽ പോലും എനിക്കൊരു മനസ്സിലുണ്ട്, നാടകീയതയും കാര്യങ്ങളും എന്തായാലും കാണും. യാഷിന്റെ ഡബിങ്ങും മറ്റെല്ലാം നല്ല ഷോവുമായിരിക്കും. ബട്ട് എന്നാൽ പോലും എന്തേലും ഒന്ന് കാണും. കാരണം ഇങ്ങനെ 4 വർഷമായിട്ട് ഒരു പടം ചെയ്യാതെ ഇത്രയും വർഷം വെയിറ്റ് ചെയ്തിട്ട് ഒരു പടത്തിന് കമ്മിറ്റ് ചെയ്യുമ്പോൾ അതിനകത്ത് എന്തേലും ഒരു എലമെന്റ് കാണുമെന്ന് നമുക്കൊരു മനസ്സിൽ തോന്നലുണ്ടല്ലോ. ഇപ്പൊ ഗീതു മോഹൻദാസിന്റെ കാര്യം പറയുകയാണെങ്കിൽ മൂത്തോ എന്ന് പറഞ്ഞ പടമുണ്ട് പുള്ളിക്കാരി ഡയറക്ട് ചെയ്തത്, നമ്മുടെ നിവിൻ പോളിനെ വെച്ച്. അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു പടമാണ്. നല്ല, അതിന് പുള്ളിക്കാരിക്ക് അവാർഡും കിട്ടിയാണ്. സോ അങ്ങനെ ഒരു പടം ചെയ്ത ഒരാള് എന്തേലും കൊണ്ടുവരുമല്ലോ, എന്തേലും ഒരു ക്രിയേറ്റീവായിട്ട് എന്തേലും പുതിയ എലമെന്റോ കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ട്രെയിലർ നമ്മൾ എക്സ്പെക്ടേഷൻ അങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ലേ പോലും ട്രെയിലറിനകത്തെ കുറെ ഷോർട്സ് കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിന്റെ ഒരു ലാൻഡ്സ്കേപ്പ് ഭയങ്കരമായിട്ട് വലിയതാണ് നമുക്ക് ഫീൽ ചെയ്യുന്നു. അല്ലെങ്കിൽ അത് കാണുമ്പോൾ രസം ഉണ്ടായിരുന്നു. ഒന്നുമില്ല, മേക്കിംഗ് നല്ലതായിരിക്കും. അങ്ങനെ പടം കണ്ടു. 3 മണിക്കൂറിന്റെ മുകളിലുണ്ട് ഈ സിനിമ. ഫസ്റ്റ് ഈ പടത്തിൽ കണ്ടിരിക്കാൻ, അതായത് ഇതിന്റെ ക്ലൈമാക്സ് ഒരു 10-15 മിനിറ്റ് ഷോട്ട് ഉണ്ട്, അതായത് ഒരു ഫൈറ്റും കാര്യങ്ങളും. അത് മാത്രമാണ് ഞാൻ ഇങ്ങനെ ഇരുന്ന് കണ്ട്. ബാക്കിയൊക്കെ ഇത് ഏത് ലോകത്താന്ന് പോലും അറിയാതെ ഞാൻ ഈ പടം കണ്ടേ. എന്താണ് ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്? എനിക്ക് ഒരു മാനസിക അവസ്ഥയാണ്. നമ്മളൊരു വണ്ടർലേ റൈഡ് പോകുമ്പോൾ നമ്മുടെ ഒരു അവസ്ഥ എന്തായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ ഈ സിനിമ കാണുമ്പോൾ നമ്മളൊരു മാനസിക സംഘർഷമായിരിക്കും നമ്മുടെ മനസ്സിൽ. ഇതെന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് തന്നെ മനസ്സിലാവില്ല. ഇതിനകത്ത് പടം തുടങ്ങുമ്പോൾ തൊട്ട് അടി ഇട്ടി വെട്ടിപ്പോക്കാം, മറ്റേത് മറിച്ചത്, എന്നാൽ ഒന്നും മെനക്കുമില്ല. അതാണ്, എന്തിനോ വേണ്ടി അടിക്കുന്നു, കുറെ മരുവന്നു, വെട്ടിവെക്കുന്നു, പടക്കം പൊട്ടിക്കുന്നു, ബോംബെറി, എന്തൊക്കെയോ നടക്കുന്നു. നമ്മള് സത്യം പറഞ്ഞാൽ ചില ഫൈറ്റൊക്കെ കാണാം, ഇത് എന്തിനാണ് ഈ ഫൈറ്റ്, ഇത് ആരാണെന്ന് പോലും നമുക്ക് മനസ്സിലാകുന്നില്ല. ആ ഒരു ഉന്മാദ അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. എനിക്കറിയില്ല ഇത് എന്താണ്. എനിക്ക് തോന്നുന്നു ഗീതു മോഹൻദാസ് ചേച്ചിക്ക് യഷിനോട് ഭയങ്കര എന്തോ തീരാത്ത വിരോധം ഉണ്ടായിരുന്നു. പുള്ളിക്കാരന്റെ ഈ സ്റ്റാർഡം പുള്ളിക്കാരിക്ക് പിടിച്ചില്ല. എങ്ങനെയാലും ഈ സ്റ്റാർഡത്തിൽ നിന്ന് പുറത്താക്കണം. അപ്പം 4 വർഷം കൊണ്ട് പുള്ളിക്കാരൻ വരുമ്പം ഓഡിയൻസ് ഇത്ര എക്സ്പെക്ട് ചെയ്താണല്ലോ വരുന്നത്. സോ അമ്മാതിരി ഒരു പടം ചെയ്യണമെന്ന് ഓർത്തു. അതായത് നമ്മള് പുള്ളിന് വെറുത്തു പോകുന്നതല്ല, ബട്ട് എന്നാൽ പോലും ഇത്രയും ഇങ്ങനത്തെ ഒരു സ്ക്രിപ്റ്റ് കൊണ്ടുവരാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഇത് യാഷ് എങ്ങനെ, എനിക്ക് മനസ്സിലാക്കാത്ത, പുള്ളിക്ക് ഇനി അഭിനയിക്കാൻ താല്പര്യം ഇല്ലാണ്ടാണോ ഇങ്ങനെ ഒരു സിനിമയുടെ സ്ക്രിപ്റ്റ് അക്സെപ്റ്റ് ചെയ്തിട്ട് ഇതിന് ഇറങ്ങി തിരിച്ച്? അതുപോലെ എന്റെ പ്രൊഡ്യൂസർ KVN, ഇവന്മാര് എനിക്കറിയില്ല, ഇവന്മാര് ഇത് എന്ത് കണ്ടിട്ട് ഈ പടത്തിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്താക്കുന്നത്? ഒരു മണ്ണാങ്കട്ട ഇല്ല. ഞാൻ പറഞ്ഞത് എപ്പോഴും ഫസ്റ്റ് ഓഫ് ഓൾ ഒരു പടത്തിന് മെയിൻ ആയിട്ട് വേണ്ട കാര്യം പ്രോപ്പർ സ്ക്രിപ്റ്റ് ഇല്ലെങ്കിൽ പടം വീഴും. എന്തൊക്കെ നിങ്ങൾ എന്താ പറഞ്ഞാൽ കുറെ മേക്കിങ്ങിൽ പിടിച്ചെന്ന് പറഞ്ഞാലും ബാക്ക്ഗ്രൗണ്ടിൽ പിടിച്ചെന്ന് കുറെ സ്റ്റാർ കാസ്റ്റിനെ ഇറക്കിയെന്ന് പറഞ്ഞാലും സ്ക്രിപ്റ്റ് പ്രോപ്പർ അല്ലെ പടം വീഴും. എന്നിട്ടും ഇത്രയും ബഡ്ജറ്റിൽ ഈ ഒരു കുന്തോ ഇല്ലാത്ത സ്ക്രിപ്റ്റും കൊണ്ട് ഇമാതിരി കാശും മുടക്കി ഇത്രയും വലിയ സ്റ്റാർ കാസ്റ്റിനെ കൊണ്ടുവന്ന് എന്തിന്? ഈ സ്റ്റാർ കാസ്റ്റ് ഒക്കെ എന്തിനാണ് ഈ സിനിമയ്ക്കകത്ത്? എനിക്ക് മനസ്സിലാകുന്നില്ല.
ഈ ഗീതു മോഹൻദാസിനോടാ. കാരണം പുള്ളിക്കാരിക്ക് ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി, യഷിനെ പോലെ ഒരു ആക്ടറിന്റെ ഡേറ്റ് കിട്ടി, എന്നിട്ട് പുള്ളിക്കാരി അന്ന് യൂട്ടിലൈസ് പോലും ചെയ്തിട്ടില്ല. ഇനി എനിക്ക് തോന്നുന്നില്ല AJPയുടെ ഡേറ്റ് പോലും ഗീതു മോഹൻദാസിന് കിട്ടുമെന്ന്. കാരണം ഇമാതിരി ഒരു പടം എടുത്തു വെച്ചേക്കുന്നത്. ഇതിനേക്കാൾ എന്താണ് ഈ പടത്തിനെ കുറിച്ച് പറയാനുള്ളത്? എനിക്കറിയാം, ഇത് എനിക്ക് തോന്നുന്നില്ല ഒരു മനുഷ്യൻ ഈ പടത്തിനെ കുറിച്ച് പോസിറ്റീവ് പറയുന്നു. ഒരു പടം നമുക്ക് മോശമാണെങ്കിൽ പോലും കണ്ടിരിക്കാൻ ഒരു സാധനം വേണമല്ലോ. ഇത് അതും ഇല്ല. എങ്ങനെ ഇരുന്ന് ഈ പടം കാണും? സാധാരണ മനുഷ്യൻ എങ്ങനെ ഇരുന്ന് ഒന്നെങ്കിൽ ഈ ഒരു തേങ്ങയിൽ ഈ പടം കുറച്ച് കട്ട് ചെയ്ത് വേണ്ട കൊള്ള എന്തെങ്കിലും വെച്ച് 2 മണിക്കൂറിലാക്കിത്താ എന്നാലും ഓക്കെ. ഇത് 3.25 മണിക്കൂർ കൊണ്ട് ഒരു പടം വെച്ചേക്കുന്നത്. ആ 3.25 മണിക്കൂർ ഇതിന്റെ അതേപോലെയുള്ള സ്റ്റോറി ഉണ്ടായിട്ട് ആ സ്റ്റോറിനെ പ്രോപ്പറായിട്ട് ബിൽഡ് ചെയ്ത് പോകാൻ വേണ്ടി ടൈം എടുത്ത് നമുക്ക് വർക്കായില്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതിങ്ങനെ ഒരു തേങ്ങ സ്റ്റോറി ഇല്ലേ, വെറുതെ 3 മണിക്കൂർ വലിച്ചു നീട്ടി. ഇതിന്റെ ക്ലൈമാക്സ് അത്യാവശ്യം നല്ലതാണ്. അത് ഹെവി ആക്കായിരുന്നു എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാൽ നമ്മളൊരു കണക്ട് ആകാത്തതുകൊണ്ട് നമുക്കൊരു അത്രയും ഫീൽ കിട്ടുന്നത്. ഇതിന് മുമ്പുള്ള ബാക്ക് സ്റ്റോറി എല്ലാം പ്രോപ്പർലി വൃത്തിക്ക് എടുത്ത് വെച്ച് നമ്മളുമായിട്ടൊരു, അതായത് കാണുന്ന ഓഡിയൻസുമായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കാൻ പറ്റുമായിരുന്നെങ്കിൽ ഇതിന്റെ ക്ലൈമാക്സ് സീൻസ് കാണുമ്പോൾ നമുക്കത് കറക്റ്റ് കിട്ടും. പക്ഷെ ഇത് കിട്ടില്ല. കാരണം ഇതിന്റെ ക്ലൈമാക്സ് കാണുമ്പോൾ ഉള്ളതി ഭേദം എന്നുള്ളതല്ലാതെ വേറെ ഒന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ഇവർക്ക് എന്ത് വൃത്തിയായിട്ട് ഈ സിനിമ ചെയ്യായിരുന്നു. ഇത്രയും ബഡ്ജറ്റ് ഉണ്ട്, ഇത്രയും സ്റ്റാർ കാസ്റ്റ് ഉണ്ട്, ഇത്ര ആൾക്കാരുണ്ട്, എന്നിട്ടും എനിക്കറിയാം യഷൊക്കെ ഇങ്ങനത്തെ പടത്തിനൊക്കെ ഇപ്പോൾ തല വെക്കുന്നുണ്ട്. ഒരു സാധാരണ പടം ചെയ്താലും കുഴപ്പമില്ല, ഇതുപോലെയുള്ള ഊളപ്പടത്തിന് എന്തിനു പോയി? എനിക്ക് തോന്നുന്നു പ്രഭാസിന് അതേ ഒരു അവസ്ഥയിലേക്ക് യശം പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ബാഹുവിൽ ഒരു യമ്മണ്ണ സാധനം ചെയ്തു, ഇനി യമ്മണ്ണം വിട്ടൊരു കളിയില്ല. അത് കഴിഞ്ഞ് പുള്ളി ചെയ്ത എല്ലാം ലോക്കൽ സിനിമയാണെങ്കിൽ പോലും ഹെവി ബഡ്ജറ്റ് താനം, അതായത് ചുമ്മാ ഒരു സിറ്റിക്ക് വേണ്ടി ആണെങ്കിൽ പോലും അമേരിക്ക പോലുള്ള സിറ്റി ഉണ്ടാക്കി വെച്ചത് അതിനകത്തായിരിക്കും പരിപാടി. സോ എല്ലാം പൊട്ടിപ്പോയി അവസാനമായിട്ട് പുള്ളിക്ക് നല്ലതായിട്ട് കൽക്കി മാത്രമേ ഉള്ളൂ. എത്ര കാലം കഴിഞ്ഞ് യശും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇതായിരിക്കും അവസ്ഥ. പിന്നെ ഇനി അടുത്ത വരാനുള്ളത് രാമായണമാണ്. അത് പിന്നെ കണ്ടിട്ട് രസമുണ്ട്. ആഫ്റ്റർ ഓൾ പുള്ളിയുടെ റോള് നല്ലതായിരിക്കും. ഇതിനകത്ത് പുള്ളിക്ക് പെർഫോം ചെയ്യാൻ പോലും ഒന്നുമില്ല. എനിക്കറിയില്ല യശൊക്കെ ഇതുപോലൊരു പടത്തിന് എന്ത് കണ്ടിട്ടാണ് തല വെച്ചതെന്ന് എനിക്ക് മനസ്സിലാകത്തില്ലാത്ത. കാരണം ഇത്രയും സ്റ്റാർഡം ക്രിയേറ്റ് ചെയ്ത് ഇത്രയും ഹെവി ലെവലിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ ഇതുപോലൊരു സ്ക്രിപ്റ്റ് പോയി സെലക്ട് ചെയ്തു. പുള്ളി അന്ന് പറയുകയും ചെയ്തു, ഞാൻ ഇനി ചാടി പിടിച്ചൊന്നും പടം ചെയ്യുന്നില്ല, നല്ല കാര്യം ചെയ്യാതിരുന്നു ഓക്കെ, ബട്ട് ചെയ്യുന്ന അവിടെ വൃത്തിക്കേണ്ടേ. പുള്ളി നല്ലൊരു സ്ക്രിപ്റ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ, ഞാൻ സ്ക്രിപ്റ്റ് നോക്കിയാൽ ചെയ്യുന്നുള്ളതെന്നൊക്കെ പുള്ളി എന്ന് പറഞ്ഞത്. ഈ സ്ക്രിപ്റ്റ് നോക്കിയിട്ട് അക്സെപ്റ്റ് പറയാൻ മാത്രം എന്തവസ്ഥയാവും? അപ്പൊ പുള്ളിയുടെ അടുത്തേക്ക് അത് ബാക്കിയുള്ള സ്ക്രിപ്റ്റിന്റെ ഒക്കെ അവസ്ഥയാണ് നോക്കുന്നത്. ഇത്രയും കഞ്ഞി ഒരു സ്ക്രിപ്റ്റിന് പുള്ളി കമ്മിറ്റ് ചെയ്തു. എന്റെ മോനെ, ഇതിന്റെ മ്യൂസിക് കുറെ കാര്യം BGMs ഒക്കെ നല്ലതായിട്ട് കുറച്ച് ഭാഗത്ത് റിവ്യൂസ് ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് ഈ നമ്മൾ കാണുന്ന വിഷ്വലി വല്ല ഉണ്ടെങ്കിലല്ലേ അതൊരു ഫീൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഖലീഫയുടെ അവസ്ഥ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതായത് ചില BGM സ്കോറും ഇങ്ങനെ പോകുന്ന സമയത്ത് വിഷ്വലി നമ്മൾ കാണുന്ന കാര്യങ്ങൾ അത്രത്തോളം അപ്പീൽ അല്ലെങ്കിൽ നമുക്കൊരു ഗൂസ് ബംസ് കിട്ടാൻ. ഖലീഫ ഇതുമായിട്ടൊന്നും കമ്പയർ ചെയ്യുന്നില്ല കേട്ടോ. ഖലീഫൊക്കെ എന്ത് തന്നെ പടം ഇതിനൊക്കെ വെച്ച് നോക്കൂ. ഖലീഫ ആവറേജ് മൂവി, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടമാണ്. ഇതങ്ങനെയൊന്നുമല്ല. ഇതൊക്കെ എവിടെ കിടക്കുന്നു? ഈ വർഷത്തിൽ ഇറങ്ങിയത് ഏറ്റവും ദുരന്തം പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത്രയും ബഡ്ജറ്റ് ഈ KVMകാർ അവർ വല്ല ഇനി എനിക്കറിയില്ല, അവർക്ക് കത്തിച്ച് കളയാൻ വേണ്ടി വല്ല പൈസ ഇരിപ്പുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനത്തെ പടത്തിനൊക്കെ പോയി ഇവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. ഭയങ്കര ഡിസപ്പോയിന്റഡിന്റെ അല്ല, ഇത് വലിയ സെറ്റപ്പ് ഒന്നും ഉണ്ടാകുമെന്ന് നമുക്ക് ട്രെയിലറും കാര്യങ്ങളും കാണുമ്പോഴേ മനസ്സിലാകുമെന്ന് ഈ പടം ഇത്രത്തോളം ഉള്ളെന്നൊക്കെ. പക്ഷെ ഇത്രയും തരം താന്ന രീതിയിൽ ഒരു പടം പടച്ചു വെക്കാന്നൊക്കെ പറയുകയാണെങ്കിൽ എനിക്കറിയില്ല. ഇത് റോക്കി ബോയുടെ കാര്യം ആർക്കുമ്പോൾ ഈ സങ്കടം വന്നെ. പുള്ളി ഇത്രയും വർഷം കൂടി ഒരു പടം ചെയ്തിട്ട് എന്റെ മോനെ എന്താണിത്? ഇനിയിപ്പോ രാമായണവും കഴിഞ്ഞിട്ട് പുള്ളി ഇനി കുറെ ആളത്തേക്ക് റെസ്റ്റ് എടുക്കാൻ പോകുന്നത് പറയുന്നതൊക്കെ എന്തിന് എന്ത് ചെയ്ത്? എന്റെ മോനെ, നിങ്ങൾക്ക് നല്ലൊരു കിടിലൻ സ്റ്റാർഡം കിട്ടുന്നുണ്ട്, കിടിലൊരു ഗ്ലോബൽ റെക്കഗ്നൈസേഷൻ കിട്ടുന്നുണ്ട്. നിങ്ങളത് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യും, നല്ല നല്ല പടങ്ങൾ ചെയ്യും. അല്ലാതെ ഈ ഊളപ്പടത്തിനൊക്കെ തലയിൽ വെച്ച് പിന്നെ റെസ്റ്റ് എടുത്തിട്ട് ഒരു കാര്യമില്ല. അതൊക്കെ പോവും, ആ സ്റ്റാർഡം പോവും. കാരണം പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് ഓറയെന്നൊക്കെ പറഞ്ഞാൽ അത് എല്ലാവർക്കും കിട്ടുന്ന കാര്യമല്ല. ഞാൻ എപ്പോഴും പറയുന്നത് അതായത് യഷ് സ്ക്രീനിൽ ഒന്ന് നിൽക്കുമ്പോൾ നമുക്കൊരു ഫീൽ കിട്ടും. അല്ലെങ്കിൽ സ്ക്രീൻ പുള്ളി ആരൊക്കെ സ്ക്രീനുള്ളതിനും പുള്ളി അതിനെയൊക്കെ മറികടത്തി പുള്ളി ആ ഒരു ക്രിയേറ്റ് ചെയ്തൊരു ഓറ, ആ ഒരു സാധനം എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ ഇല്ല. തീരെ കുറവ് ആക്ടേഴ്സിനേ ഉള്ളൂ. സോ അങ്ങനെയൊക്കെയുള്ള ഒരു ആക്ടർ, ഇത്രയും ഒരു പൊട്ടൻഷ്യൽ ഉള്ള അല്ലെങ്കിൽ ഒരു ബോക്സ് ഓഫീസിൽ ഒരു നല്ല പുള്ളി ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ക്രൗഡിനെ പുള്ളി ചെയ്യാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറൊക്കെ
കുറച്ചുകൂടെ പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ നടത്തി. കാരണം ഇങ്ങനത്തെ 4 വർഷം ടൈമും കൊണ്ടെങ്കിലും ഒരു പടം ചെയ്ത്. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് നല്ല പടങ്ങൾ വേറെ ചെയ്യായിരുന്നു. ഇപ്പൊ നോർമൽ വലിയ ബിഗ് ബഡ്ജറ്റ് മൂവി അല്ലേ പോലും സാധാരണ നല്ല പടം ചെയ്യായിരുന്നു. ബട്ട് ഇതെല്ലാം വേണ്ടെന്ന് വെച്ചിട്ടാണ് ഇമാതിരി സാധനത്തെ എനിക്കറിയത്തില്ല. ഞാൻ പറഞ്ഞു ഗീതു മോഹൻദാസിന് എന്തോ വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നു യഷിനോട്. അതുകൊണ്ടായിരിക്കും ഇമാതിരി പരിപാടി കാണിച്ചതെന്ന് എനിക്ക് തോന്നുന്നു. ഇത് കണ്ടിരിക്കാൻ പറ്റുന്നില്ല ഈ പടം. 3.5 മണിക്കൂർ. ഞാൻ പറഞ്ഞു ഇത് ട്രോമയായിപ്പോ എനിക്ക് പടം കണ്ടിട്ട്. ഹാങ് ഓവറിൽ നിന്ന് എനിക്ക് പുറത്തു വരാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ പൈസ കൊടുത്തു, നമ്മുടെ പൈസക്ക് നമുക്ക് വിലയുണ്ടല്ലോ, സോ കണ്ടിരുന്നു. സോ ഇതൊക്കെയാണ് എനിക്ക് ടോക്സിക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾ സിനിമ കണ്ട ഒരാളാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരിക്കും ഇറ്റ്സ് മീ അഭിജിത്ത് ആൻഡ് യു ആർ വാച്ചിങ് ഫ്ലിക്ക് ആൻഡ് ഫ്രെയിംസ്.